ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ ഇന്നലെ ബീച്ചിലോട്ട് പോയി. ബീച്ചിലെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ അടുത്ത് മുനമ്പം ബീച്ചാണുള്ളത്. മുനമ്പം ബീച്ചെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല നമുക്കിരിക്കാൻ സ്ഥലമുണ്ട്. എനിക്കിഷ്ടമാണ് മുനമ്പം ബീച്ചിൽ പോകണത്. എന്ന് വെച്ചാൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് മുനമ്പം ബീച്ച്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് വേണം, നമുക്ക് പെട്ടെന്ന് പോയി വരികയും ചെയ്യാം. അപ്പോൾ മുനമ്പം ബീച്ചിൽ പോകാമെന്നാണ് ഓർത്തത്. പക്ഷെ മുനമ്പം ബീച്ചിൽ ചെന്നപ്പോൾ എന്താണ്, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ആരും എന്ന് വെച്ചാൽ കുറച്ച് ആളുകളുണ്ട്, പിന്നെ ലൈറ്റുകളൊന്നും തന്നെ ഇല്ല. നമ്മുടെ ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നോക്കിയപ്പോൾ നമ്മുടെ മുനക്കൽ ബീച്ച് ഉണ്ടല്ലോ, അഴീക്കോട് ബീച്ചിൻ്റെ ലൈറ്റൊക്കെ അവിടെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്നാലും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾ രണ്ടുപേരും ചെറായി ബീച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈറ്റ് കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു നോക്കാം എന്നാലും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി മുനക്കൽ ബീച്ചിലോട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ ലൈറ്റുകളാണ് കേട്ടോ. ലൈറ്റുകളെന്ന് വെച്ചാൽ ഞങ്ങൾ ഇഷ്ടംപോലെ ലൈറ്റുകളും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തിരി കുറച്ച് നേരത്തെ ചെല്ലണമായിരുന്നു. നേരത്തെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു 11:45 ചെന്നപ്പോൾ ന്യൂ ഇയറിൻ്റെ സമയമായപ്പോഴാണ് നമ്മളവിടെ ചെന്നത്. കാരണം നമുക്ക് അവിടെ ഒന്നും നടന്ന് കാണാൻ പറ്റുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോകണം. കുറച്ച് നേരത്തെ പോയാലേ നമുക്കിത് കണ്ടൊന്ന് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ അന്ന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, തലേ ദിവസം പോകെ ന്യൂ ഇയറിന് മുൻപ് തന്നെ ആഘോഷങ്ങൾ തുടങ്ങുമല്ലോ. നമുക്കിത് കാണൽ മാത്രമുള്ള, ഇതൊക്കെ കാണാൻ വേണ്ടി മാത്രമുള്ള ന്യൂ ഇയറിനെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. ആ ഒരു ടൈമിൽ കൗണ്ട് ഡൗൺ തുടങ്ങി 12 മണിയായെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ന്യൂ ഇയർ, അത്രേ ഉള്ളൂ. എൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കുറേ കാണാനുണ്ട്. തൊട്ടിയാട്ടമുണ്ട്, പല സംഗതികളുണ്ട്. പിന്നെ ഗാനമേളയുണ്ട്, ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിത് നേരത്തെ ചെല്ലണം. നേരത്തെ ചെന്നാൽ നമുക്ക് എല്ലാം കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യാം, ആസ്വദിച്ച് നടക്കുകയൊക്കെ ചെയ്യാം. പിന്നെ എന്നുവെച്ചാൽ അവിടെ ഭയങ്കര ഒരു അന്യായ തിരക്കായിരുന്നു. ഇതുവരെ ഞാൻ ആദ്യമായിട്ടാണ് ന്യൂ ഇയറിന് വേണ്ടി പോകണമെന്നിട്ടാ. അപ്പോൾ ഇത് കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. കൗണ്ട് ഡൗണിൻ്റെ നമ്പറുകളാണ് തെളിഞ്ഞു വരുന്നത്. അവർ വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ ഓരോ സെക്കൻഡുകൾ വിളിച്ച് പറയുന്നുണ്ട്. 7, 6, 5, 4, 3 ഇങ്ങനെ ഒരു സെക്കൻഡ് ആകുമ്പോഴേക്കും പിന്നെ വെടിക്കെട്ടായി മുകളിൽ പോയി. ഇത് വെടിക്കെട്ട് ആയിട്ട് ആകെ ഭയങ്കര ലൈറ്റും ആർപ്പോ വിളികളുമായിട്ടാണ് പിന്നെ അത് നിൽക്കുന്നത്. കൗണ്ട് ഡൗൺ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുറച്ച് നേരത്തെ ഒരു സന്തോഷം, അതാണ് എനിക്ക്. അല്ലാണ്ട് ന്യൂ ഇയറായിട്ട് പ്രത്യേകിച്ച് വേറെ ഒരു ഇതൊന്നുമല്ല. അവർ ഒരുക്കി വെച്ചേക്കണ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ കുറേ സംഗതികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത്രയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതെ, ന്യൂ ഇയറിന് ആയി വെടിക്കെട്ടാണ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഒന്ന് അവിടെയൊക്കെ ചുറ്റി നടന്നു. കുറച്ച് നേരം എന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഉറക്കം നിൽക്കാനും ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. കാരണം പിന്നെ കുറച്ച് നേരം ഒന്ന് അവിടെ നിന്ന് നടന്നിട്ട് എനിക്ക് ഈ തിരക്ക് കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോന്നാൽ മതി എന്നുള്ളൊരു ഇതായിപ്പോയി. നമുക്ക് അധികം തിരക്ക് ഇഷ്ടമല്ലാത്ത ഒരിതാണ് എനിക്ക്. അപ്പം വെടിക്കെട്ട് കാരണം കാണാനുള്ളവർക്ക് ഇഷ്ടം പോലെ കാഴ്ച കിട്ടാം. പക്ഷേ എനിക്കത് തിരക്കിഷ്ടമില്ലാത്ത കാരണം നമുക്കത് തിരക്കെന്ന് വെച്ചാൽ ഒരു ഉത്സവത്തിന് പെരുന്നാളിനെ കാണുന്ന തിരക്കല്ല, അതിലും അന്യായ തിരക്കാണ് അവിടെ. ബീച്ച് നിറച്ച് നമുക്ക് തിരിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥ. വെച്ചാൽ ബീച്ച് കാണാൻ പറ്റിയില്ല, അത്രയ്ക്ക് ഇതായിപ്പോയി. എന്നിട്ട് പിന്നെ തിരിച്ച് പോകുന്ന നേരത്താണെങ്കിൽ റോട്ടിലൊക്കെ നമുക്ക് ആളെ മുട്ടി ഇങ്ങോട്ട് നടക്കാനും പറ്റുന്നുണ്ടായില്ല. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഇരിക്കണോടത്ത് വണ്ടി ആക്കല്ലാണ് വെച്ചിരുന്നതേ. അപ്പോൾ വണ്ടി ഇരിക്കണോടത്തോട്ട് അങ്ങോട്ട് പോകണമല്ലോ. പിന്നെ വണ്ടി എവിടെ വെച്ചെന്ന് ഓർമ്മയുണ്ട്. എന്നാലും വണ്ടീനെ കാണാണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ, അങ്ങനെയൊക്കെ എനിക്കൊരു ടെൻഷൻ പിടിച്ച പരിപാടിയായിട്ടാണ് തോന്നിയത് ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ കുറേ നടന്ന് വെച്ചാൽ ആളെ മുട്ടി നടക്കാനും പറ്റുന്നുണ്ടായില്ല. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്നുണ്ടായില്ല. അതിൻ്റെ ഇടയ്ക്ക് ബൈക്കിനല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ കാറെന്ന് പറയണത് 1, 2 കാറ് മാനുണ്ട്. അങ്ങനെ നമ്മളൊരു പ്രകാരം ചെന്ന് വണ്ടിയൊക്കെ കണ്ടുപിടിച്ച്
പിന്നെ വണ്ടി കയറി ഞങ്ങൾ രണ്ടുപേരും കൂടി പോന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചില ഇടവഴി കൂടി കാറൊക്കെ കയറ്റിയിട്ടേ കാറിനങ്ങോട്ട് അപ്പോൾ കാർ ഇടവഴി കൂടി കയറ്റുമ്പം റോഡ് മൊത്തം ബ്ലോക്ക് ആവണം. അങ്ങനെ കാറ് കയറ്റരുതെന്നൊക്കെ പറഞ്ഞ് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും. അപ്പോൾ ഇതാണ് ന്യൂ ഇയർ. ശരി, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ.